ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. റവ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് അരി കുതിർത്തി വെച്ച് അരച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്തിട്ടോ ഒന്നുമല്ല നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമ്മൾ റവ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇസ്മി റൈഹാന ജാഫർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു കപ്പിന് 3/4 കപ്പ് റവ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ ഒന്ന് സോക്ക് ചെയ്ത് ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത് നല്ല പോലെ പൊതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ റവ നല്ല പോലെ പൊതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ റവ എടുത്തിട്ടുള്ള അതേ കപ്പിന് 3/4 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റവയും മൈദപ്പൊടി നമുക്ക് കറക്റ്റായിട്ടുള്ള അളവിന് എടുത്താൽ മതി കേട്ടോ. റവ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മൈദപ്പൊടി എടുത്താൽ മതി. അപ്പോൾ അത് മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ ഇതൊരു 4 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തതാണ്. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തതാണ്. അതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് നല്ല പോലെ മിക്സ് ചെയ്തിട്ടൊന്ന് ബാറ്റർ ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിൽ ഒരു കാര്യം വിട്ടുപോയി. ഞാനിത് മിക്സ് ചെയ്ത സമയത്ത് ഒരു 1.5 അല്ലെങ്കിൽ 2 മൈസൂർ പഴം നല്ല പോലെ മിക്സിയിലൊന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും മറക്കാതെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഞാനത് ആ ഒരു ഭാഗം സ്കിപ്പായിപ്പോയി. അപ്പോൾ നിങ്ങൾ അതൊന്ന് എന്തായാലും ചേർക്കണം കേട്ടോ. ഈ പഴം നിങ്ങളുടെ അടുത്ത് മൈസൂർ പഴം ഇല്ലയെന്നുണ്ടെങ്കിൽ ഏത് പഴമായാലും മതി. അപ്പോൾ അതൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്തൊന്ന് നെയ്യിലൊന്ന് വറുത്തിട്ട് എടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പഴം ചേർത്തത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത സമയത്താണ് കണ്ടത്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ആ പഴം മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഒരു 2-3 ഏലക്ക നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഏലക്കായൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതാ നമ്മുടെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതുപോലെയാണ് വരേണ്ടത്. ഇപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാൻ ഉണ്ണിയപ്പ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടായതിന് ശേഷം ഓരോ കുഴിയിലേക്കും നമുക്ക് നമ്മുടെ ബാറ്റർ ഓരോ സ്പൂൺ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാറ്ററൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെക്കാം. കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഒരു ഭാഗം ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ കുഴിയിലുള്ളതും നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് അപ്പുറം നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് ആ ഭാഗം കൂടെ അപ്പുറം കൂടെ ഒന്നും കൂടെ ഒന്ന് മുരിച്ചെടുക്കാം വേണമെന്നുള്ളവർക്ക്. അല്ലെങ്കിൽ ഒന്ന് ഒരു ഇത് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പം വെന്തിട്ടുണ്ടോയെന്ന് മനസ്സിലായാൽ നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. അപ്പോൾ അത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പുറം കൂടെ ഒന്നും കൂടെ ഒന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് നമുക്ക് പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്കിത് ഇതിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ കുഞ്ഞ് അപ്പമാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. നമ്മളെ വീട്ടിൽ റവയും മൈദപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ 4 മണി പലഹാരം തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ണിയപ്പമൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.